സാറ് നോക്കിക്കേ, ചുമ്മാ ക്ലിയർ ചെയ്യാൻ അത് കൂടുതൽ അപകടം ഉണ്ടാകാത്ത രീതിയിൽ ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഫയർഫോഴ്സ് എക്യുപ്മെന്റ്സ് വിളിച്ചിട്ടുണ്ട്, അത് ചെയ്തോളൂ. എത്ര സമയം കൊണ്ട്? 10 minutes വരും. ഇത് ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിലെത്തി. എന്നിട്ട് നിങ്ങൾ 10 മിനിറ്റ് എന്ന് പറയാ. വരാനുള്ള സൗകര്യക്കുറവുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ഇതൊരു ക്ലിയർ ചെയ്യേണ്ട സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നു. നമുക്ക് എന്തായാലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാരണം ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊരു സംശയം കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. MLA മാർ അവിടെ കേഴുകയായിരുന്നു. ചാണ്ടിയുമ്മൻ പലതവണ ചോദിച്ചിട്ടും 10 മിനിറ്റിനകം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ പറഞ്ഞയാൾ മുങ്ങുകയാണ് അവിടെ നിന്നുണ്ടായത്. പിന്നെ അതും കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു ശ്രീജിത്ത് പണിക്കർ. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇന്ന് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ശ്രീ മഞ്ജുഷ്, അവിടെ നടന്നത് കേവലം ഒരു അപകട മരണം എന്ന രീതിയിലത്തേക്ക് മാത്രം നമുക്ക് കരുതാൻ കഴിയില്ല. അതിൽ ആൾക്കാരുടെ അനാസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ സ്ത്രീ, ഹതഭാഗ്യയായ സ്ത്രീ ആ കെട്ടിടത്തിൽ എത്തപ്പെട്ടതും അവരെ ഒരുപക്ഷെ രക്ഷിക്കാമായിരുന്ന വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടതും എല്ലാം തന്നെ മന്ത്രി ശ്രീമതി വീണ ജോർജ് എല്ലായ്പ്പോഴും പറയാറുള്ള ആ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം കാരണം ഉണ്ടായിരിക്കുന്ന ഒരു മരണമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന രീതിയിലത്തേക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ആദ്യം അവിടെ എത്തുന്ന ഈ പറഞ്ഞതുപോലെ 1/2 മണിക്കൂറിനകത്ത് മന്ത്രിമാരൊക്കെ തന്നെ അവിടെ എത്തി. പക്ഷെ അവിടെ എത്തിയത് മുതൽ കുറേയധികം നുണകൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് 2 മന്ത്രിമാരും ശ്രമിച്ചത്. അവർ പറഞ്ഞിരുന്നതെല്ലാം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞത് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നതല്ല. അങ്ങനെ ആ കെട്ടിടം പ്രവർത്തിക്കുന്നതല്ല എങ്കിൽ അത് പൂട്ടിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ പൂട്ടിയിട്ടില്ല, അതിലേക്ക് ആൾക്കാർക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അതിൽ ആർക്കാർക്ക് ആക്സസ് ഇല്ല എന്ന് പറഞ്ഞ് ആ കെട്ടിടം ബലക്ഷയമുള്ളതാണ്, അപകടാവസ്ഥയിലാണ് എന്ന് അവിടുത്തെ സൂപ്രണ്ട് തന്നെ ക്ലാരിറ്റി വരുത്തുന്നുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ. അങ്ങനെയെങ്കിൽ അവിടെ വാർണിംഗ് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ കെട്ടിടം അപകടത്തിലാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ആൾക്കാർ അവിടേക്ക് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ആ ഏരിയ കോർഡൺ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അവിടെ അതിൻ്റെ സമീപത്തായിട്ട് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്ന ആൾക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആ കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഒരുപക്ഷെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല, പക്ഷേ ആൾക്കാർ പറഞ്ഞതുപോലെ അവിടെയുള്ള ടോയ്ലറ്റുകൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോയ്ലറ്റുകൾ ഉപയോഗിക്കണമെങ്കിൽ മഞ്ജുഷ് അവിടെ മിനിമം എന്ത് വേണം? വെള്ളം വേണം. അവിടെ വെള്ളം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവിടെ രോഗികളാണെങ്കിലും അവരുടെ കൂട്ടിരിപ്പുകാരാണെങ്കിലും അവിടെ പോകുന്നത്. എന്ന് വെച്ചാൽ അബാൻഡൻ ചെയ്ത് കിടക്കുന്ന ഒരു കെട്ടിടത്തിൽ, ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു കെട്ടിടത്തിൽ, ആൾക്കാർ ഉപയോഗിക്കേണ്ടതല്ല എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ വെള്ളത്തിന്റെ ലഭ്യത എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അവിടെ വൈദ്യുതിയും കിട്ടുന്നുണ്ടാകും. ഇത് രണ്ടും കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാ സമയവും ആൾക്കാർ അത് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതിനർത്ഥം ആൾക്കാർക്ക് സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി, രോഗികൾക്കാണെങ്കിലും കൂട്ടിരിപ്പുകാർക്കാണെങ്കിലും വേണ്ടിയിട്ട് ഇവിടുത്തെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു എന്ന് തന്നെയാണ്. ആ കാര്യത്തിൽ മാത്രമല്ല ഇത് അവിടെ കൂടി നിന്നവർക്ക് സംശയം ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ ചാണ്ടിയുമ്മൻ തന്നെ പറയുന്നുണ്ടായിരുന്നു അവിടെ മുകളിൽ ആ കെട്ടിടത്തിൽ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് ഉപേക്ഷിച്ച കെട്ടിടമായി എന്ന്. അപ്പോൾ മന്ത്രിമാരായ വീണ ജോർജിനും VN വാസവനും ഈ സംശയം തോന്നിയില്ലേ? മന്ത്രി വീണ ജോർജിന്റെ ഓരോ പ്രവൃത്തിയും ആ സമയത്ത് ഈ സിസ്റ്റത്തിന് ഒരു തകരാറും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു. കാരണം ഇത് അടച്ചിട്ടിരുന്ന ഒരു കെട്ടിടമാണ്, അത് കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ്, അത് തകർന്നു വീണു, അതൊരു സാധാരണ സംഭവമാണ്. അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ഈ സിസ്റ്റത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു. ആ വ്യഗ്രതയാണ് ഒരു ജീവൻ നഷ്ടമാക്കിയത്. തീർച്ചയായിട്ടും. കാരണം മന്ത്രി വീണ ജോർജ് ഈ ഒരു കെട്ടിടത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു കെട്ടിടം അവിടെ റെഡി ആയിട്ടുണ്ട് എന്നും അത് ഉടനെ തന്നെ ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടിരിക്കുകയാണ് എന്നും പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്രണ്ട് പറഞ്ഞു ബലക്ഷയമുണ്ട്, പുതിയൊരു കെട്ടിടം വരുന്നത് എന്തിനാണ്? മന്ത്രി അതിനെ കണക്ട് ചെയ്ത് പറയുന്നത് എന്തിനാണ്? ഈ കെട്ടിടം അവിടെ ഉപയോഗരഹിതമായി മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് പകരം ബലക്ഷയമുള്ളത് കൊണ്ട് പകരം ബിൽഡിംഗ് എന്ന രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പുതുതായിട്ടൊരു ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് മന്ത്രി VN വാസവൻ പറയുന്നത് അടുത്ത മാസം അത് ഉദ്ഘാടനത്തിന് തയ്യാറാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, ഇതിൽ നിന്ന് വാർഡുകളും മറ്റു കാര്യങ്ങളും ഒഴിപ്പിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ഈ കെട്ടിടം പൊളിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗവും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടി അതിന് ബലക്ഷയമുണ്ട് എന്ന് ഉറപ്പായതിനു ശേഷം അതിനെ അനുവദിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ വലിയ തിരക്കുള്ള സമയത്തായിരുന്നു ഈ കെട്ടിടം വീണത് എങ്കിൽ കൂടുതൽ ആൾക്കാരുടെ ജീവനാശം അവിടെ ഉണ്ടാകുമായിരുന്നു. ആരുടെയോ ഭാഗ്യം കൊണ്ട് അത് അത്രയും ഉണ്ടായില്ല, പക്ഷെ ഒരാളിനെ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഒഴിവാക്കാമായിരുന്ന, കുറച്ചുകൂടി അവധാനതയോടുകൂടി മന്ത്രി പറയുന്ന ഈ സിസ്റ്റം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഇതിൽ ഒരു
മെഡിക്കൽ കോളേജാണെന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയത്തേത്. അവിടെ മന്ത്രി വാസവൻ ഈ കെട്ടിടം ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയുന്നത് അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന്. ഒരു മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു കെട്ടിടം ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഹൈജീനാണ്, ഹെൽത്ത് ആൻഡ് ഹൈജീനാണ് നമ്മളിവിടെ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് തന്നെ നമ്മൾ ശീലിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോവുക എന്നതിനപ്പുറത്തേക്ക് രണ്ടുപേർക്ക് മാത്രം നിസ്സാര പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഡെബ്രിയുടെ അടിയിൽ ഒരാൾ ഒരുപക്ഷെ ജീവന് വേണ്ടിയിട്ട് അവിടെ പിടയുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മന്ത്രിമാർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നൊക്കെ പിന്നീട് പറയുന്ന ആ സമയത്തൊക്കെ ഒരു ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ട് ബിന്ദു അവിടെ ഉണ്ടായിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല എന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഇതിന് ശേഷം ഈ സംഭവമെല്ലാം നടന്നതിന് ശേഷം വീണ ജോർജ് വീണ്ടും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ആ സമയത്തും ഉരുണ്ട് കളിക്കുകയാണ് വീണ ജോർജ്. അവരുടെ ആ പ്രതികരണം